ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വൈകുന്നേരം ചായയ്ക്കും മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ടൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കിട്ടില്ല സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ. പുറംഭാഗയ്ക്കാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ്. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇതാ നമ്മുടെ ഈ ഗ്രേറ്ററിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് തീരെ പൊടിയായിട്ട് ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കണ്ടതാ ഇതേപോലെ എടുത്തിരിക്കുന്ന 3 മുട്ടയും നമ്മൾ അതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായി ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുത്താണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെയുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും കുഴപ്പമില്ല. ഞാനിവിടെ 3 നന്നായിട്ട് തന്നെ ഒന്നുകിൽ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നപ്പോൾ മീഡിയം സൈസിൽ ഒരു സവാള ചെറുതായിട്ട് ഒന്നും കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കനത്തിലൊന്നും വേണ്ട, തീരെ കനം കുറച്ച് ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തതാണ്. നമ്മുടെ സവാളയുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വഴന്ന് വരുമ്പോൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉണ്ടാവും. ഇനി ഒട്ടും എരിവില്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഒന്നുങ്ങ് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3-4 വരെയൊക്കെ എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ മസാലയായിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്നുങ്ങ് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഈ സമയമൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 മുട്ടയുണ്ടല്ലോ, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലോണം തന്നെ ഒന്നുങ്ങ് മിക്സ് ചെയ്തെടുക്കോട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മസാലയൊക്കെ ആയിട്ട് ഈ മുട്ടയും കൂടി നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് യോജിച്ച് വന്നു കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ കണ്ടോ, ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു മിക്സിംഗ് ആണ്. എളുപ്പത്തിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ വലിയ തീ ചൂട് ഒന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്ത് വരാനായിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. നമ്മുടെ മിക്സിങ്ങിൻ്റെ വലിയ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റാവുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്കിങ്ങ് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് വലിയ വലിയ ബോൾസ് ഒന്നും ആവണ്ട കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമ്മളെല്ലാം ഇവിടെ ഉരുട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് ചൂടായ ഓയിലിലേക്ക് എന്നിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ നോക്കിയിട്ട് കുറച്ച് മാത്രമേ ഒഴിക്കാനായിട്ട് പാടുള്ളൂ. കണ്ടതാ, ഇതിപ്പോൾ ഒരുപാട് കട്ടി കൂടുതലുമില്ല, എന്നാൽ തീരെ അങ്ങോട്ട് ലൂസുമായി പോയിട്ടില്ല. അത് പാകത്തിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവം കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് ചൂടായ ഓയിലേക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ മിക്സും ഇതേപോലെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കണ്ടതാ, ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്നും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ മിക്സും ഇതേപോലെ റെഡിയാക്കി എടുക്കാവേ. കണ്ടതാ, ഒരു പ്ലേറ്റ് നിറയെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു 2 ഉരുളക്കിഴങ്ങിനും അതേപോലെ തന്നെ ഒരു 3 മുട്ടയിൽ നിന്നും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു കവറിലാക്കി സൂക്ഷിച്ചാലും മതിയാവും. അതിനുശേഷം എപ്പോഴാണോ ഫ്രൈ ചെയ്യുന്നത് അതിനൊരു അരമണിക്കൂർ മുമ്പ് ഒന്നെടുത്ത് പുറത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം ചൂടായ ഓയിലിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങ് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. എല്ലാം നന്നായിട്ട് വെന്ത് വന്നതാണ്. ഇനി പുറംഭാഗം ഒന്നിങ്ങ് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതിയാവും.
എല്ലാ ഭാഗത്തേക്കും ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് 2 വശവും റെഡി ആയി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നന്നായിട്ട് 2 വശവും മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനി ബാക്കി സ്നാക്സും ഇതേപോലെ തന്നെ ചൂടായ ഓയിലിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ്. മാത്രമല്ല നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് വലിയ ബോൾസ് ആയിട്ട് എടുക്കാതെ ഇതേപോലെ മീഡിയം വലിപ്പത്തിലുള്ള ബോൾസ് ആയിട്ട് എടുക്കുക കേട്ടോ. അതായിരിക്കും കാണാനാണെന്നുണ്ടെങ്കിലും നല്ലത്. അതേപോലെ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ചെറിയ ബോൾസ് ആകുമ്പോഴാണല്ലോ കുറച്ചും കൂടി നല്ലതാവുക. ഒരുപാട് തണുത്തൊന്നും പോവാതെ നല്ലൊരു സോസിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലും കൂടി നമ്മുടെ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ സ്നാക്സ് ഒക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.